ഇത് ഒരു സ്മാർട്ട് സ്കൂളാണ്. സ്മാർട്ടസ്റ്റ് സ്കൂൾ ഇൻ ഇന്ത്യ ആക്കി തീർക്കുക ഏഴിപ്പുറം സ്കൂളിനെ എന്നാണ് ഞങ്ങളുടെ ലക്ഷ്യം. അതിനുവേണ്ടി ടെക്നോളജിയുടെ എല്ലാ കാര്യങ്ങളും ഉപയോഗിക്കുന്നുണ്ടാവും. ആദ്യമായിട്ട് ഞങ്ങൾ തുടങ്ങിയിട്ടുള്ളത് ഈ ട്വിന്നിങ് എന്ന പ്രൊജക്റ്റാണ്. ഈ സ്കൂളും വിദേശത്തെ സ്കൂളുമായിട്ട് ചേർന്ന് കുട്ടികളും അധ്യാപകരോടൊപ്പം ഇരുന്ന് ഒരേ പ്രായക്കാർ ഒന്നിച്ചിരുന്ന് പഠിക്കുന്ന ഒരു രീതിയിലൂടെ ഇംഗ്ലീഷ് ഭാഷയും ഡിജിറ്റൽ സിറ്റിസൺഷിപ്പും 21st സെഞ്ച്വറി സ്കിൽസും ഒക്കെ ഉള്ള കുറേ കുട്ടികളാകുകയും ഇത് മറ്റുള്ളവരെ പഠിപ്പിച്ച് കേരളം മൊത്തം ഒരു മാറ്റം വരുത്താനുള്ള ശ്രമമാണ് ഞങ്ങൾ ചെയ്യുന്നത്. താങ്ക് യു. എന്താണ് നിങ്ങളുടെ പരിപാടി? ഈ കഴിഞ്ഞ വെക്കേഷനാണ് ഞാൻ ജിയോജിബ്ര എന്ന ഈ കോഴ്സിന് ചേർന്നത്. ഈ പഠനത്തിൻ്റെ ഭാഗമായിട്ട് ഇന്നാട്ടിലും മറുനാട്ടിലുള്ള പലരായിട്ട് ഞങ്ങൾക്ക് സംസാരിക്കാൻ പറ്റി. ഞങ്ങളുടെ വിവരങ്ങളും വിശേഷങ്ങളും കൾച്ചറും പലതും ഞങ്ങൾക്ക് ഷെയർ ചെയ്യാൻ കഴിഞ്ഞു അവരായിട്ട്. ഇതുമൂലം ഞങ്ങൾക്ക് ഞങ്ങളുടെ ഇംഗ്ലീഷ് ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യാൻ കഴിയുന്നുണ്ട്. പിന്നെ ഈ ജിയോജിബ്ര കോഴ്സ് ഞങ്ങൾ പഠിച്ചത് മാത്സാണ്. അത് കോഴ്സ് ഞങ്ങൾ പഠിച്ചത് മറ്റുള്ളവരെ പഠിപ്പിക്കുമ്പോൾ ഞങ്ങളുടെ മാത്സും ഡെവലപ്പ് ആകുന്നുണ്ട്. പിന്നെ ഈ കഴിഞ്ഞ ആഴ്ചയാണ് ഞങ്ങൾക്ക് സെൻറ്റ് തെരേസാസ് കോളേജ് വെച്ച് പ്രൊഫസർ മേഴ്സി വില്യംസ് ജിയോജിബ്ര അംബാസഡർ എന്നുള്ള പദവി നൽകിയത്. അപ്പോൾ ഇതുകൊണ്ടുള്ള ഗുണം എന്താണ്? ഇത് പഠിക്കുന്നതിനോടൊപ്പം ഞങ്ങൾ ഇംഗ്ലീഷും മറ്റു ഭാഷകളും ഇതിൻ്റെ കൂട്ടായ്മയിലൂടെ ഇരുന്ന് പഠിക്കുന്നു. ഇത് പഠിക്കുന്നതിനോടൊപ്പം പണം ഉണ്ടാക്കുന്ന ഒരു രീതിയും കൂടിയാണ്. അശ്വിൻ എന്താ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ഞങ്ങളെല്ലാം ചേർന്ന് മനോരമയിൽ നല്ല പാഠം എന്ന പദ്ധതി 1ാം സമ്മാനം മേടിക്കാൻ വേണ്ടിയാണ്